പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലിഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ളതാണ്. കാരണം വാട്സപ്പിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ കാരണം വന്നതുകൊണ്ട് ഒരുപാട് പേര് ടെലിഗ്രാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ടെലിഗ്രാം പുതുതായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ടെലിഗ്രാമിൽ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്സപ്പിനെക്കാട്ടിയും കൂടുതൽ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളും ഈ ടെലിഗ്രാമിലുണ്ട്. ടെലിഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം, ചാനൽ ഉണ്ടാക്കാം. ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഒരുവിധ ആൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തൊരു കാര്യമാണ് ടെലിഗ്രാമിൽ എങ്ങനെയാണ് ചാനൽ ഉണ്ടാക്കുക, അതിലൂടെ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളിന്ന് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ടെലിഗ്രാമിൽ എങ്ങനെയാണ് ചാനൽ ഉണ്ടാക്കുന്നത്, ആ ചാനൽ കൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചാനൽ ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം നോക്കാം. അതിന് ഞാനിവിടെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്. ആ സ്ക്രീൻ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൂടെ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൽ വരുമാനം കിട്ടുന്നത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കാം. നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആർക്കൊക്കെ ടെലിഗ്രാം ഉണ്ടോ അത് അവരുടെ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ പറ്റും, വാട്സപ്പിനെ പോലെ തന്നെ. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ, ചാനലുകൾ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനലുകൾ, ഇതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഗ്രൂപ്പ്, ന്യൂ സീക്രട്ട് ചാറ്റ്, ന്യൂ ചാനൽ എന്നുണ്ട്. ഈ ന്യൂ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാനലിൻ്റെ ഇവിടെ പേര് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പേര്, എൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചാനലിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് എഴുതാനുണ്ടോ എന്നുള്ളത്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് ഈ ചാനലിനെ പറ്റിയിട്ട് അറിയാനുള്ള എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. പിന്നെ അത് ഞാനിവിടെ എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ മേലെ ഒരു ക്യാമറൻ്റെ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഫോട്ടോ, എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തൊരു ടിക്ക് മാർക്ക് കൊടുത്തു. ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും നമ്മൾ മേലെ ഒരു ടിക്ക് മാർക്ക് അതും കൂടി കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ പബ്ലിക് ചാനൽ, പ്രൈവറ്റ് ചാനൽ എന്നുണ്ട്. ഈ രണ്ട് കാറ്റഗറി ഉണ്ട്. അത് നമ്മൾ പ്രൈവറ്റ് ചാനലാണ് ഇത് കൊടുക്കുന്നത്. പ്രൈവറ്റിലേക്ക് മാറ്റുക. പ്രൈവറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടെലിഗ്രാമിലേക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കാണാം. ഇതിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, മറ്റുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. ടെലിഗ്രാമിൽ എങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ എങ്ങനെയാണ് വരുമാനം കണ്ടെത്തുക എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. അതിന് നമ്മൾ പി ഡിസ്ക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷനുകൾ വരും. അതിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോൻ്റെ ലിങ്ക് എടുത്ത് നമ്മൾ ടെലിഗ്രാമിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ, ടെലിഗ്രാമിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെ സബ്സ്ക്രൈബർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസ് കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ടെലിഗ്രാമിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു വഴിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചാനലുകളൊക്കെ ഓൺലൈനിൽ ഒരുപാട്, പിന്നെ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ഇതുപോലുള്ള ചാനലുകൾ വാങ്ങാനും തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വരുമാനങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും. ഈ രീതിയിലുള്ള അറിവുകൾ അറിയാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അറിവുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.